നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, മാറ്റങ്ങൾ. കഥ യോടുള്ള താല്പര്യം, സിനിമയോടുള്ള താല്പര്യങ്ങളൊക്കെ മാറുമല്ലോ. അത് ആരും കുറ്റമല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 50കളിലെ 60കളിലെയൊക്കെ സിനിമയിലുണ്ടായിട്ടുള്ള കഥകൾ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഞങ്ങൾ 80കളിലും 90കളിലൊക്കെ സിനിമ ചെയ്യുമ്പോൾ പോലും ആ കഥകളിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്, വേറെ തരം കഥകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ഞാനൊക്കെ ആദ്യം സിനിമയൊക്കെ ചെയ്യുമ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ, റിലേഷൻഷിപ്പിൻ്റെ കഥകളൊക്കെ ഇപ്പോൾ മേഘമൽഹാറായാലും ശരി, ഈ പറഞ്ഞ പെരുമഴക്കാലമൊക്കെ തന്നെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സിനിമകളാണ് ഉള്ളത്. ഈ പുതിയ ജനറേഷൻ എന്ന് വെച്ചാൽ ഈ അങ്ങനെ ഇമോഷണൽസ് സിനിമയിൽ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ജനറേഷനാണ് ഇപ്പോൾ ഉള്ളത്. കാരണം പലരായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന കാര്യം അതാണ്. അവർക്ക് അത്ര ഇമോഷൻസ് സ്ക്രീനിൽ ഒരു കഥാപാത്രം കരയണം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് സിമ്പതി തോന്നുക ഒന്നും ഇപ്പോഴത്തെ ജനറേഷനിൽ ഇല്ല എന്നുള്ളതാണ്. മുമ്പ് അങ്ങനെയല്ല. ഒരു നായകനോ നായികയൊക്കെയോ സങ്കടം വന്നാൽ അല്ലെങ്കിൽ ഇമോഷണലി അയാൾ ഇതായി കഴിഞ്ഞാൽ ആ ഇമോഷനെ ഏറ്റെടുക്കും പ്രേക്ഷകൻ. ഏതൊരു ഇമോഷനായാലും ശരി. പ്രണയം പോലും അങ്ങനെയാണല്ലോ. ആ പ്രണയം നമുക്ക് കൂടി തോന്നുന്നതുകൊണ്ടാണ് പ്രണയകഥകൾ വിജയിച്ചിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ പ്രണയകഥകൾക്ക് ഭയങ്കര പോസിബിലിറ്റി ഉണ്ടായിരുന്നു. മലയാളത്തിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ മൊത്തത്തിൽ. ഇപ്പോൾ ഹിന്ദിയിലൊക്കെ ചില സിനിമകൾ കണ്ടില്ല, നമുക്കറിയാലോ. 1 വർഷം 2 വർഷം ഓടിയ സിനിമകളുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രണയം അവരെ ഹുക്ക് ചെയ്യും, ആ തലമുറയെ ഹുക്ക് ചെയ്യും. ആ പ്രണയത്തിന് പ്രണയ ദുരന്തമായാലും ശരി, പ്രണയ നഷ്ടങ്ങളായാലും ശരി, അവരെ ഹുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത്തരം സിനിമകൾ ഇതായത്. ഇന്നിപ്പോൾ ആ വിഷയങ്ങൾ, അത്തരം വിഷയങ്ങളൊന്നും ഈ പുതിയ തലമുറയെ ബാധിക്കുന്നില്ല. പ്രണയത്തിനൊന്നും ആ പഴയ ഇൻറ്റൻസിറ്റി അവർ കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ നഷ്ടങ്ങൾ അവർക്ക് പ്രശ്നമില്ല. പിന്നെ റിലേഷൻഷിപ്പിൻ്റെ നഷ്ടങ്ങൾ പോലും പഴയ പോലെ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.